ജോബിന് ലൈനുണ്ട്, അഗസ്റ്റോയ്ക്ക് ലൈനുണ്ട്, എനിക്കില്ല, കാസ്ട്രോയ്ക്കുണ്ട്. ഞാൻ വീഡിയോ കണ്ടപ്പോഴും വിചാരിച്ചത് നിങ്ങൾ റിയൽ ലൈഫിലും ബ്രദേഴ്സ് ആണെന്നാ കരുതിയത്. ചിരിച്ചു കൊടുക്കണം. പിന്നെ ഒരു ബ്രദറിന്റെ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം പാലിച്ചൊക്കെ മാത്രമേ ഉള്ളൂ, ചുമ്മാ സദ്യ ഉണ്ടാക്കോ പോയി ഒരു പെണ്ണെ ട്രൈ ചെയ്യാതെ. പുള്ളി പറഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയാളോ മൈൻഡ് സെറ്റ് മൊത്തം വഴിതിരിച്ചു വിടുന്ന ഞാൻ. എല്ലാരും പേര് ഇവനായിരിക്കും ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എടുക്കാതെ. വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ സീരിയസ്ലി ട്രൈ ചെയ്യുന്നുണ്ടോ മൂവീസിലോട്ടൊക്കെ? അഭിജിത്തിന് മൂവിയൊക്കെ ചെയ്യാനായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കൂടുതൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ രാത്രിയിലൊക്കെ പോയി ഞാൻ നിങ്ങളൊക്കെ ഡബിൾ മീനിങ്ങിന്റെ ആളുകളാന്ന് തോന്നുന്നു അല്ലേ? ഡബിൾ മീനിങ് ഒന്നും അറിയാത്ത പോലെ. ബ്രോ ഒരു സീനുണ്ട്, ഹോസ്പിറ്റൽ ഒന്നും ഞെട്ടിയിരുന്നോ? റീചാർജ് ചെയ്യത്തില്ല, വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പൊ എല്ലാ സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഫുട്ബോള് പിടിച്ചോണ്ടിരിക്കുന്ന ചേട്ടനാണോ അനിയനാണോ എന്ന് എനിക്കറിയില്ല. എടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ വീഡിയോ. ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒന്നും ഇല്ലാത്തപ്പം ഇത് കേറി നിക്കുന്നവരെ എടുത്തുകൊണ്ടോന്ന് വെച്ചിട്ട് ചെയ്യും, മനസ്സിലായോ? അത് അവർക്ക് കേറി പോവാനാ. അല്ല, മണ്ടന്മാരത് റിയാക്ട് ചെയ്യും, അല്ലാത്തവരാണ് അത് മൈൻഡ് ചെയ്യത്തോലില്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല കാര്യങ്ങൾ ആരും ഇവിടെ ആർക്കും വേണ്ടി ചെയ്യുന്നില്ല. എനിക്ക് കയറാൻ വേണ്ടി പറയണോ വേണ്ടേ? ഞങ്ങളെല്ലാരും ഒരു ഫാമിലി പോലെ രണ്ടുപേരോടെ കറങ്ങിയാണ് എടുത്തത്. രണ്ടുപേരോടെ ചിരിച്ചു, രണ്ടുപേരും ചിരിച്ചു. ചോദിച്ചു നോക്കാൻ എടുത്ത് റീല് കാണുവാണെങ്കിൽ മനസ്സിലാവും അതിനകത്ത് ചിരിയുണ്ട്. ഞാൻ ആരാണ് ഇപ്പൊ മറ്റേ മാസം വരും. ബീജമിടണ വെള്ളമൊക്കെ എടുത്തോണ്ട് തരാത്തേനെ അടിക്കും. ഞാൻ പാത്രമൊക്കെ എടുത്ത് തരും. അയ്യോ വയലൻസ് ആണല്ലോ. പറയണേ എന്തുവാണേ മിണ്ടായി. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലെ വൈറൽ ഒരു ടീമാണ്. വെൽക്കം. താങ്ക് യു. ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ ഒരു സെർട്ടൻ ഗ്രൂപ്പ് അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോരോ ഇൻസ്റ്റാ ഹാൻഡിൽ ആണല്ലോ അല്ലേ? മാർക്കോണി, കാസ്പ്രോ, അഗസ്റ്റോ, ജോബി. അപ്പൊ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ പേര് എന്തൊക്കെയാണെന്ന് പറയാം? ഷാനു. മാർക്കോണിയുടെ പേര് ഷാനു. ഇതൊക്കെ എല്ലാവർക്കും അറിയാമോ? ചുരുക്കം ചില. ആ, ഇവിടെ അഭിജിത്ത്, അഗസ്റ്റിനും ജോബിനും. അതെ, നിങ്ങളുടെ ഇൻസ്റ്റാ നെയിമും അങ്ങനെ തന്നെയാണോ? എന്റെ അഗസ്റ്റോ ആണ്. അഗസ്റ്റിൻ റിയൽ നെയിം. ഇവന്മാരൊക്കെ ഇപ്പൊ ഒരു അഭിനയിച്ചിരിക്കാൻ തോന്നുന്നല്ലോ അല്ലേ? ബാക്കിയുള്ളവര് ഇച്ചിരി ഒന്ന് നല്ല ആളുകളായിട്ട് കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ടൊക്കെ. അതിപ്പോ ക്യാമറയുടെ ഫ്രണ്ടിലായോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പുള്ള പോലെ തന്നെ ബിഹേവ് ചെയ്യണം എന്ന്. അതെ, എല്ലാരും ചെറിയ പിള്ളേരാ അല്ലേ? എത്ര വയസ്സുണ്ട്? 21. അതൊക്കെ സ്മോൾ പിള്ളേര്. 27. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു എന്തോ 28ആണ്. ഈ പ്രായം കൂട്ടത്തില് കൂടുതലായോണ്ട് ഇവന്മാരെല്ലാരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തട്ടൊക്കെ തരാറുണ്ടോ? അതെ. ആരണ്ടൊക്കെ വിയർക്കുന്നത് തോന്നുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എപ്പോഴാ തുടങ്ങിയത് നിങ്ങള്? തുടങ്ങിയിട്ടൊരു 6-7 മാസം അത്രേ ആയിട്ടുള്ളൂ. 8 മാസം. പുള്ളി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഓൾമോസ്റ്റ് ഒരു 3 years. ഫസ്റ്റ് റീൽ എടുത്തിട്ട് 3 വർഷമായി. ഞങ്ങളുടെ ടീം നോർമലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7-8 മാസം. പുള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോ നീയൊക്കെ സ്കൂളിൽ പഠിക്കുക. പുള്ളിനെ പരിചയപ്പെടുന്നത് ഈ ഒരു മാസത്തിനിടയ്ക്ക്. അതെ, 2 മാസം. എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് ഈ പിള്ളേർ സെറ്റിനെല്ലാം കൂടി? ഞാനാണ് ഏറ്റവും ചെറുത്. ഇവിടെ പ്രായത്തിലൊന്നും കാര്യമില്ല, നമ്മളെല്ലാരും ഒരേപോലെ. നമ്മളൊക്കെ ഭയങ്കര പോരാ. ഞാനാണ് ഏറ്റവും ചെറുതെന്നുള്ള സെറ്റപ്പ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം നിങ്ങളുടെ വീഡിയോസിൽ നോട്ടീസ് ചെയ്തത് നിങ്ങളുടെ ആ ഒരു അണ്ണൻ തമ്പി റീൽസ് ആണ്. ഈ ഒരു ഞാൻ വീഡിയോ കണ്ടപ്പോഴും വിചാരിച്ചത് നിങ്ങൾ റിയൽ ലൈഫിലും ബ്രദേഴ്സ് ആണെന്നാ കരുതിയത്. ബ്രദേഴ്സ് ആണെന്നാ കരുതിയത്. റിയൽ ലൈഫിൽ പക്ഷെ ബ്രദേഴ്സ് അല്ല. അല്ല നമ്മൾ ഒത്തിരി പേര് ചോദിച്ച കാര്യം തന്നെ. ബ്രദേഴ്സ് ആണോ? മെസ്സേജ് ഒക്കെ വന്നായിരുന്നു. പറയുമ്പോഴേ അവർക്കും അറിയാന്ന്. പക്ഷെ ചേട്ടനെ പോലെ ഇതൊക്കെ എപ്പോന്നൊക്കെ ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും. അതെ,
നിങ്ങൾ എല്ലാരും കൂടെ എപ്പോഴാ ലൈക്ക് ചെറുപ്പം പോലെയുള്ള ഫ്രണ്ട്സ് ആണോ? വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ലോകം എല്ലാവരുടെയും എല്ലാരും പല പല ദിക്കിലുള്ള കൊല്ലത്ത് തന്നെ പല പല സ്ഥലത്തായിട്ടുള്ളു. അഭിജിത്ത് അഴീക്കലാണ്. അതെ അതെ. എനിക്ക് മാർത്ത് 22 കിലോമീറ്റർ അങ്ങോട്ട്. അത്രയും ലോങ് ഉണ്ട്. നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും. അതെ. ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ പൊതുവെ ആരാ ചെയ്യാറ്? സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ വീഡിയോക്ക്. വീഡിയോ ക്യാമറ ഓൺ ആക്കുക, എടുക്കുക, അഭിനയം സ്റ്റാർട്ട് ചെയ്യുക, കത്ത് പറയുന്നവരെ അഭിനയിക്കുക. ഒറ്റ ടേക്കിലല്ലോ ഓക്കെ ഒറ്റ ടേക്കിൽ ഓക്കെ ആവത്തില്ല, എടുക്കും. 20 ഇത്ര ഇപ്പൊ ഞാൻ ലാസ്റ്റ് എടുത്തതിന് മുമ്പ് എടുത്ത വീഡിയോ 20-21 ഷോട്ട്. ഒരു വീഡിയോ ഫസ്റ്റ് ടേക്ക് തന്നെ ശരിയായിരുന്നു. ഒറ്റ വീഡിയോ ഫസ്റ്റ് എടുത്ത് തന്നെ. പിന്നീട് നമ്മള് പിന്നെ 3-4 ടേക്ക് അല്ലാതെ എടുത്തു. നമ്മള് ഫസ്റ്റ് എടുത്ത് തന്നെ യൂസ് ചെയ്ത്. നമ്മൾ എത്ര എടുത്താലും ശരിയാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. 2 ദിവസം നമ്മളെ വീഡിയോ എല്ലാം എടുക്കുന്നത് പിന്നെ വീഡിയോസ് എല്ലാം എടുക്കുന്നത് ബിഹൈൻഡ് ദ ക്യാമറ ഓടി നടന്നെടുക്കും. നിനക്ക് ചിരി വരത്തില്ലേ ഇവരുടെ ആ ഫൈറ്റ് കാണുന്ന സമയത്ത്? ഫസ്റ്റ് വീഡിയോക്ക് അതായിരുന്നു ഒത്തിരി കമന്റ് വന്നത്. ക്യാമറമാൻ ചിരിച്ച് എന്റെ ചിരി അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ക്യാമറയുടെ ബാക്കിൽ പോണ്ടായിരുന്നു, രണ്ടുപേരോടെ കറങ്ങിയാണ് എടുത്തത്. അപ്പം രണ്ടുപേരോടെ ചിരിച്ച് രണ്ടുപേരും ചിരിച്ചു. ചോദിച്ചു നോക്കാം അവരോട് ചിരി വരുന്നുണ്ട്. ആ റീല് കാണുവാണെങ്കിൽ മനസ്സിലാവും അതിനകത്ത് ചിരി ഉണ്ട്. ഫിനിഷ് അതായത് കമന്റ് ബോക്സ് മൊത്തം. നമ്മുടെ ഷാനുവിന് പെട്ടെന്ന് ദേഷ്യം വരും തോന്നല്ലോ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കുഞ്ഞു മനസ്സാണ്. നമ്മളെല്ലാം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മളെ കൊല്ലക്കാര് വേണ്ട എങ്ങനെ. അതെ, കൊല്ലക്കാരുടെ സ്വഭാവം അറിയത്തില്ല നിൽക്കുന്നു. കാണിക്കാതെ നിന്നതിനാലേ പ്രശ്നമാവും. അല്ല, പൊതുവേ കൊല്ലംകാരെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വഴക്കുണ്ടാവും, ദേഷ്യപ്പെടും. അങ്ങനെ ഞാനും കൊല്ലമാണ്. കൂടെ നിന്ന് കഴിഞ്ഞാൽ ചങ്ക് കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ പറിച്ച് ഞങ്ങൾ അതുപോലെ തിരിച്ചു കഴിച്ചു. അയ്യോ, എവിടുന്ന് വരുന്ന ഈ മാസ് ഡയലോഗ് ഒക്കെ ഇറക്കി തരാം. അഭിജിത്തെ, ഈ നിങ്ങളുടെ ആ ഒരു അണ്ണൻ തമ്പി ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോ എടുക്കാമെന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, അത് നാച്ചുറലി സംഭവിച്ചാണോ? അന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ, ഒരു സാധനം എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തത്. അതൊരു മല്ലേഷ് കണ്ണൻ എന്ന് പറയുന്ന ഒരു തമിഴ് ടീമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവനെ ഞാൻ ആ വീഡിയോ കാണിച്ചു. അത് ചുമ്മാ നമ്മളത് ചെയ്തപ്പോൾ അത് വേറെ രീതിയിലായിരുന്നു സ്ക്രിപ്റ്റ്. അപ്പൊ ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്നാണ് ആ സാധനം ഒന്നും കൂടെ കയറി ചോദിച്ചു. സാധാരണ ഞാൻ എവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്നൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ആരും തിരിച്ചു പിടിക്കത്തില്ല. അവരത് ഇട്ടിട്ട് അങ്ങ് അതൊന്നും അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് പെട്ടെന്ന് കട്ട് വിളിക്കും. പുള്ളിയാണ് അത് കയറി പിടിച്ച്. അങ്ങനെ ഒരു അതങ്ങ് അതിൽ അപ്പൊ തന്നെ ശരിയായത് ക്യാമറ ചിരിച്ച് നമ്മൾ റീലിട്ട്. അതിനുശേഷം നമുക്കിടയിൽ ഒരു സാധനം സെറ്റായി, നമ്മളൊരു സിങ്കായി. പിന്നീട് പിന്നെ ഒരു ബ്രദറിന്റെ ഒരു സാധനം എടുത്തിട്ട് ഞാൻ പറയട്ടെ, പുള്ളി പറഞ്ഞ ഇട്ട് കഴിഞ്ഞാ ബാക്കിയാള് അല്ല, പുള്ളി പറഞ്ഞ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഇങ്ങോട്ട് മറുപടി ഇപ്പൊ എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ അത് തിരിച്ചു കൊടുക്കും. ആ ഒരു മൈൻഡ് സെറ്റ് മൊത്തം വഴിതിരിച്ചു വിടുന്ന ഞാനാ. ഒരിക്കലും എല്ലാരും പേരും ഇവനായിരിക്കുന്നത്, ഞാനാണ് കഥ എങ്ങനെയോടും എനിക്കായിരിക്കും പെട്ടെന്ന് ഐഡിയ വരുന്നത്. അപ്പൊ എന്നിട്ട് പിടിക്കും അത് കറക്റ്റായിട്ട്. പെട്ടെന്ന് ആരും സർപ്രൈസ് ആയിട്ട് നിക്കത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും സ്പോട്ടിൽ പിടിച്ചിട്ട് തിരിച്ചിടും. അപ്പൊ തിരിച്ചിടും അതൊരു ഇതായിട്ട് വരും. അതാണ് സംഭവം. സ്പോട്ടിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? സ്പോട്ടില് അങ്ങനെ പറ്റത്തില്ല, വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ ഒരു സ്പേസ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് വല്ലതും എന്തെങ്കിലും വന്നാൽ ചെയ്യാം. പറയാൻ പറ്റത്തില്ല. നോക്കാം, ഇച്ചിരി ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആണല്ലേ. ട്രൈ ചെയ്യാം. പുറത്ത് ഞങ്ങളെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളുടെ നാട് മൊത്തം കൂടും. സീരിയസ്ലി, അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കയ്യില്. നാട്ടുകാർ മൊത്തം കൂട്ടത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത്. മമ്മൂട്ടി സിനിമ പിടിക്കാൻ വരുന്നതാണ്. ഞങ്ങള് മൈക്ക് വെച്ച പോലെ മൈക്ക് വേണ്ട ഞങ്ങക്ക്. ഞങ്ങള് വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ സീരിയസ്ലി ഭയങ്കര ഉള്ളതാ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറുന്നില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയ പാനിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മാറിക്കും, പുള്ളിക്കാരുടെ ഞാൻ എന്റെ വീഡിയോ കരുനാപ്പള്ളി അല്ല, അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് ആളുകളൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ടാണ്. അതുപോലെ ഇവന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. വേറെ വീട്ടുകാരെ പോലൊന്നും അല്ല, ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ എടുക്കുന്ന വാപ്പാക്ക് ഭയങ്കര താല്പര്യം.
പാപ്പയ്ക്ക് ഇഷ്ടമല്ലേ ഈ അതെ വീഡിയോസ് അതെ ഒക്കെ അതെ. ചെയ്യുന്നത്? ഭയങ്കര താല്പര്യം. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സന്തോഷമൊക്കെ. അതെ, നേരത്തെ വിളിച്ചല്ലോ നമ്മള്. അതെ, അതെ. നിങ്ങളൊരു ഫ്രണ്ട്സ് പോലെ അല്ലേ പാപ്പയും? ആ ചില സമയത്ത് ചില സമയത്ത് ടെറ. നിങ്ങളോടൊക്കെ എങ്ങനെയാ പാപ്പ? സ്വന്തം മക്കളെ കാണുന്ന പോലെ ഞങ്ങളൊക്കെ നമ്മൾ ഡെയിലി അവിടെ വീഡിയോ എടുക്കാൻ ഇല്ലെങ്കിലും ഡെയിലി ഡെയിലി പോവും. കാര്യം സ്വന്തം വീട്ടിൽ ഇരിക്കത്തില്ല. സ്വന്തം വീട്ടിൽ ഇരിക്കുന്നത് ചുരുക്കുക. ഇവന്റെ വീട്ടിലാണ് 24 hours. 24 hours. മാക്സിമം അവിടെ കടന്നുറങ്ങാൻ നമ്മൾ നോക്കും. വാപ്പ പറയും അവിടെ നിക്ക്. വാപ്പ ഇപ്പൊ പുറത്താണ്. പുള്ളിക്കാരൻ പറയും ഇവിടെ നിക്ക്, ഇത്ര താമസിച്ചില്ലേ, ഇവിടെ നിക്ക്, ഇവിടെ നിന്നിട്ട് പോയാൽ മതി, നാളെ പോയാൽ മതി. എന്നാലും ഞങ്ങൾ പിന്നെ പോവില്ല. വീട്ടിൽ ഒരു ഇച്ചിരി നേരമെങ്കിലും പോകണ്ടേ സ്വന്തം വീട്ടിൽ. അതെ അതെ അതെ, ഡെയിലി ഉറങ്ങാനെങ്കിലും ചിലപ്പോഴേ പോകും. അതെ, ചിലപ്പോ പോകും. വീട്ടിൽ ഉറങ്ങാനായിട്ട്. അത് എല്ലാവരും പറയുമല്ലോ, ഈ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണല്ലോ മിക്കവരും എല്ലാവരും കൂടുന്നത്. ആ ഒരു കൂട്ടുകാരൻ ഇവനല്ലേ? അതിന്റെ ക്രെഡിറ്റ് ഇവനല്ല, അതെ, നമ്മുടെ നല്ലോണം സ്നേഹിക്കുന്ന വീട്ടുകാരുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ പോയി ഇരിക്കാൻ തോന്നുന്നത്. അതെ അതെ അതെ. പുള്ളിക്ക് ഭയങ്കര താല്പര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനോടും. ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം പുള്ളിയെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് അത് കൊള്ളാം, നല്ല സാധനമാണ്, അതുമായിട്ട് നിമാര് മുന്നോട്ട് പോകും. അതെ, അങ്ങനെ സപ്പോർട്ടീവ്. എന്നെ വിളിച്ചു പറയത്തില്ല, നമ്മളതിനകത്ത് അഭിനയിച്ചില്ല. നിങ്ങളൊരു ഫോണിലല്ലാതെ നേരത്തെ വീഡിയോ കോളിലൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഫീൽ ചെയ്ത്. സാധാരണ അച്ഛൻ മക്കളൊക്കെ ഒരു ഏജ് ആകുമ്പോ ആ മക്കളും അച്ഛന്മാരും ഒക്കെ ഒന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഗ്യാപ്പ് ഇടുന്നതാണ്. പക്ഷെ പാപ്പ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് സംസാരിച്ചോളും. അതിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നില്ലല്ലോ. അതെ, ഇങ്ങോട്ട് സംസാരിക്കും. അത് ഞാൻ പറഞ്ഞ വിഷയം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, അതല്ലേ ഞാൻ പറഞ്ഞു. വേറെ രീതിയിലൊന്നും നമുക്ക് ചിന്തിക്കുന്നത്. ബാക്കി വിമാര് പറഞ്ഞു നിങ്ങളൊക്കെ ഡബിൾ മീനിങ്ങിന്റെ ആളുകളാന്ന് തോന്നുന്നു അല്ലേ? ഡബിൾ മീനിങ് ഒന്നും അറിയാത്ത പോലെ. നമ്മള് നല്ല പിള്ളേരെല്ലാരും. അതെ ഇത് മറ്റേ ആരാണ്ട് ഏതോ ഇന്റർവ്യൂവിനകത്ത് പുള്ളി കേക്കല്ലേ? അതെ 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 അതെ. അല്ലാതെ ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ അല്ലാതെ യൂഷ്വലി എന്താ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്? എന്തൊക്കെയാ? ഇപ്പം ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യണം കംപ്ലീറ്റ്ലി. ഞങ്ങള് എല്ലാരും കൂടെ ഒരു സിനിമ, എല്ലാരും കൂടെ കിട്ടുന്നവർക്കൊക്കെ ചാൻസ്. അവനെ ടോണെന്ന് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവൻ പോകുന്നു. നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ എന്തുവരെ ചെയ്യും. ട്രൈ ചെയ്യുന്നുണ്ടോ മൂവീസിലോട്ടൊക്കെ? അഭിജിത്തിന്റെ മൂവിയൊക്കെ ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കൂടുതൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ രാത്രിയിലൊക്കെ പോയി ഞാൻ മറ്റേ സാധനം ഇല്ലാണ്ട് പുള്ളി പോകും അല്ലേ? എന്തേലും പറയുന്നത് ചെറുപ്പക്കാരന്റെ ജീവിതം നീ തകർക്കുന്നത്. രാത്രിയിലൊക്കെ പോയി ഇടയ്ക്ക് സഹകരിക്കാറുണ്ട്. പുള്ളി റൊമാൻസ് വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. CD പേജ് ഉണ്ട്, ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്യും. എനിക്കിഷ്ടം. റിയൽ ലൈഫിൽ റൊമാൻസ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ? അതൊക്കെ എന്തിനാണ് പറയാനല്ലേ? അതിലൊന്നും ഡിപ്രഷനിലോട്ട് പോയോ? പോയില്ലല്ലേ? നമ്മളെല്ലാരും റൊമാൻസ് അല്ലേ? അല്ലല്ല, ഞാനല്ല. അങ്ങനല്ല, ഷാനുവിന്റെ ഉള്ളിൽ ഒരു പ്രണയം ഒളിഞ്ഞു കിടപ്പുള്ള പോലെ. പ്രണയമൊക്കെ ഉണ്ട്. പ്രണയം എല്ലാവർക്കും ഉള്ളതല്ലേ. പിന്നെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞ നമ്മൾ എന്തിനാ നമ്മുടെ ആരാധകരെ ശാന്തര അല്ല നമ്മളെന്തിനോ പ്രണയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പോസ്റ്റ് അല്ലേ? പോസ്റ്റ് എന്തിനാ പ്രണയത്തെ പറ്റി പറയാൻ താല്പര്യമില്ല. പ്രണയം നല്ലതല്ലേ? അതെ അതെ അതെ. നമ്മൾ അതിനെ പറ്റി പറഞ്ഞു. ഗേൾ ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? ഇവൻ വയ്ക്കാറുണ്ട്. ആണോ? എന്താ മെസ്സേജസ് വരാറ്? മെസ്സേജ് എന്തുവാ വീഡിയോ അല്ല, നമുക്ക് ഗേൾസ് മാത്രമല്ല ഒത്തിരി പേരായിരിക്കും. ഒത്തിരി അമ്മാമാര് ചെയ്തായിരിക്കും. സീരിയസ് ആയിട്ട് ഇപ്പൊ ഫേസ്ബുക്കിലുള്ള അമ്മാമാരെല്ലാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് ഇപ്പൊ മറ്റേ പഴയ റീലൊക്കെ ഇപ്പൊ വരുന്നത്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോ എല്ലാം ഇതാ വരുന്നത്. എന്തുവാ വീഡിയോസ് ഒക്കെ കൊള്ളാം, നിങ്ങളെ രണ്ടുപേരും. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ചേച്ചി ഇട്ട ഒരു വോയിസ് ഉണ്ട്, അത് കേൾപ്പിക്കണോ? അത് കേൾപ്പിച്ചു തരാം. നമ്മളെ കാണണോന്നുള്ള താല്പര്യത്തിലൊക്കെ. എനിക്ക് വേറൊരാൾക്ക് ഇട്ടേ, നമുക്ക് പേഴ്സണലായിട്ട് ഇട്ടല്ല, ഇട്ട് എന്തോ പുള്ളി എനിക്ക് ഷെയർ ചെയ്ത് തന്നെ. ബ്രോ ഒരു സീനുണ്ട്, ഹോസ്പിറ്റൽ ഒന്നും റീചാർജ് ചെയ്യത്തില്ല, വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പൊ എല്ലാ സെറ്റപ്പ് അത് ചെയ്യുന്നുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പൊ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോ എല്ലാവരും ഹോട്ട്സ്പോട്ട് ആണോ യൂസ് ചെയ്യുന്നത്? വീട്ടിൽ അടുത്ത കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കും. നമ്മൾ അടുത്ത പരിപാടിമാരെല്ലാം പറയണം, ഞങ്ങളെല്ലാം വന്നാൽ വീണ്ടും വിളിയാ. പരിപാടീസ് അടുത്ത് നോക്കുക, സംസാരിക്കണം. ഈമാരെന്തേലും ഞാൻ ദൂരെ ഇതെടുക്കാം. അയ്യോ ഇതാണോ? ഫുട്ബോള് പിടിച്ചോണ്ടിരിക്കുന്ന ചേട്ടനാണോ അനിയനാണോ എന്ന് എനിക്കറിയില്ല. എടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ വീഡിയോ. ഇപ്പൊ എന്റെ നല്ല എന്താ പറയാ, യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന പോലെ തന്നെയാണ് നല്ല ആക്റ്റീവായിട്ട്
സത്യം പറഞ്ഞാൽ നമ്മള് വിഷമിച്ചിരിക്കുമ്പോ ഈ വീഡിയോ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് എന്തൊരു മനസ്സിലൊരു സന്തോഷമാണെന്ന് അറിയുമ്പോ ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ അടിപൊളിയായിട്ടാടാ ഈ ക്യാരക്ടർ അവൻ ചെയ്യുന്ന അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടാൽ കൊള്ളാന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. കൊള്ളാടാ ശരിക്കും എനിക്കറിയത്തില്ല അവർ അണ്ണനും തമ്പി അവർ പൊന്നു അടിപൊളിയാ രണ്ടുപേരും കൂടെ. എന്നിട്ട് ഇത് രാത്രിയല്ല എനിക്ക് അയച്ചു തരുന്നത്. ഞാൻ കേട്ടത് എനിക്ക് എന്ത് കരയണോ, എന്റെ രോമൊക്കെ പൊങ്ങി വന്നു. ലൈറ്റ് അടിച്ചു കരയ. ഞാൻ ചെറുതായിട്ട് വിഷമൊക്കെ വന്നു. എന്നാലും ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു. പുള്ളിക്കാരത്തി അയച്ചത് കേൾക്കുമ്പോ നമുക്ക് അതെ അതെ അവർക്ക് എന്തോ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടിയിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ചില വീഡിയോസ് അങ്ങനെ നമുക്ക് നല്ല വിഷമം എന്നൊക്കെ ഇരിക്കുന്ന സമയത്തെ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ കുറച്ച് നേരത്തേക്ക് നമ്മൾ അതിലോട്ടങ്ങ് പോകും. നിങ്ങളുടെ വീഡിയോസ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോയാണ്. നമ്മുടെ വീഡിയോ കണ്ടതിന് ആരും കമന്റ് ഇടാതെ ലൈക്ക് ഇടാതെ പോത്തില്ല. അതെ അതെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ്, നിങ്ങൾ ഒരാളെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്തോണ്ടോ അങ്ങനെ ഒന്നും അല്ല തമാശ ഉണ്ടാക്കുന്നത്. നാച്ചുറലി വരുന്ന ഒരു തമാശ. നമ്മുടെ വീട്ടുകളിൽ എന്തോ സാധാരണ നടക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ നോർമലി എല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെ. ഇപ്പൊ വറുത്തമീൻ അടിയിടുന്നു, കളിക്കാൻ പോകുമ്പോ അമ്മ റേഷൻ കടയിൽ പറഞ്ഞു വിടുന്നു, മനസ്സിലായി? ചേട്ടന്റെ ഏൽപ്പിക്കുന്ന ജോലി ചേട്ടൻ അനിയനും കൊടുക്കുന്നു. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി കുറെ കാര്യങ്ങൾ വരാനും ഉണ്ട്, കുറെ വീഡിയോസ് വരാനുണ്ട്. അതെ ഇഷ്ടം പോലെ ഉണ്ട് പ്ലാനില്. ശരിക്കും അനിയനോ ചേട്ടനോ വല്ലതും ഉണ്ടോ? അനിയനുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇതേപോലൊക്കെ തന്നെയാണോ? ഇടയ്ക്കൂടെ വെള്ളമൊക്കെ എടുത്തോണ്ട് തരാത്തേനെ അടിക്കും, ഞാൻ പാത്രമൊക്കെ എടുത്ത് തരും. അയ്യോ വയലൻസ് ആണല്ലോ. കൈ മുറിക്കുന്ന ഇവന്റെ അനിയനെ ഇവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉടനെ കത്താള് അടിക്കും, കൈ മുറിക്കുന്ന അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ട്. ഇവന്റെ അനിയന്റെ ഒരു ഷാനിത് പുള്ളിക്കാരി ഇതാണ് കാണും. ഭയങ്കര എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉടനെ കത്താളെടുക്കും, ഇത് കൈ മുറിക്കും. ഇവൻ എന്ത് ചെയ്ത് കൊടുത്തില്ല അന്നേരം കത്താളെടുക്കുക, കൈ മുറിക്കുക എന്ന് പറയാം. അയ്യോ അപ്പൊ അവനീന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണോ നിന്റെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്? ഈ നമ്മുടെ മാർക്കോണിയായിട്ട് ഇത് അങ്ങനൊന്നും ഇല്ല. നമ്മളെ ക്യാരക്ടർ ചെയ്ത് നമ്മളെ ഏത് റോളായാലും ചെയ്യാം, അത് വേറെ കാര്യം. അയ്യോ അല്ല അവൻ കൊല്ലൂന്ന് പറഞ്ഞേ കത്താളുടെ കാര്യം. ഈ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ച സമയത്ത് പെട്ടെന്ന് എന്താ ഫീൽ ചെയ്തത്? ഇന്റർവ്യൂവിന് വിളിച്ച് നിന്നോട് ഞാൻ എന്തോ ചെയ്യാൻ വന്നപ്പോ മുതൽ എന്നെ കിട്ടാ പറയുന്നത്. ഞങ്ങള് പിന്നെ ഇവിടെ ഫ്രണ്ട് വന്നിരുന്ന പിന്നെ എടുത്തോണ്ടോ പറ എന്തോ എന്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കോമഡി അടിച്ച വല്ല മനസ്സിലായി? ഇടയ്ക്കിടയ്ക്ക് കോമഡി ഇങ്ങനെ അടിക്കുമല്ലോ. ചിലതൊന്നും ഇടയ്ക്ക് തിരിച്ച് എന്നെ അടിക്കും. ആണോ? ഇനി നെക്സ്റ്റ് അടിക്കാനാവുമ്പോഴത്തേക്ക് എന്തെങ്കിലും നീ ഒരു സിഗ്നൽ കാണിക്കണം. ചിരിക്കാനായിരിക്കും. അതെ എന്തോ സിഗ്നൽ കാണിക്കാനാ? എന്തെങ്കിലും കാണിച്ചോ കോമഡിയാന്ന് നമുക്കൊന്ന് മനസ്സിലാവാനായിട്ട്. കോമഡി പറയാൻ വരുമോ ഞാൻ പറയാം. മതി സെറ്റ് ആയിരിക്കും. ശരിക്കും എങ്ങനെയാ ഫീൽ ചെയ്തത് ഇന്റർവ്യൂവിനൊക്കെ ഇങ്ങനെ വിളിച്ച സമയത്ത്? എനിക്കൊരു മെസ്സേജ് വന്നു, റിക്വസ്റ്റിലാ വന്നത്, ഞാൻ കണ്ടില്ല. ഞാൻ റിക്വസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കാൻ കുറെ ഉണ്ടായിരുന്നു ഇൻബോക്സ്, അതെങ്കിലും നമ്മളെ കയറ്റി പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇങ്ങനെ പുള്ളിയുടെ പേരെന്തായിരുന്നു? സുമേഷ്. അണ്ണൻ മെസ്സേജ് ഞാൻ കണ്ട് ബ്രോന്ന് വിളിച്ച് മെസ്സേജ് ഇട്ടേക്കുന്നു. ഞങ്ങള് സംസാരിച്ച് ഞാൻ പറഞ്ഞു എന്റെ ഫോണിന് സിം കട്ടായിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പുള്ളിയുടെ നമ്പർ കൊടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്റർവ്യൂ ആളെ നമ്മള് രാവിലെ എഴുന്നേറ്റപ്പോ വിളിച്ചിട്ട് ഇന്റർവ്യൂ പറഞ്ഞു. എനിക്ക് കൺഫ്യൂഷൻ ആണ്, നമ്മളങ്ങനെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ട് നമ്മളത് പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഓരോ വീഡിയോസിനും 5 മില്യൺ എല്ലാ വീഡിയോയും മില്യൺ പോയി വീഡിയോ എല്ലാം മില്യൺ പോയി. അതെ ഞാൻ ഇന്റർവ്യൂവിന്റെ ഒക്കെ മാറ്റർ പറഞ്ഞതിന് മുമ്പേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. വീഡിയോസ് അണ്ണൻ തമ്പി വീഡിയോസ് ഒത്തിരി അടുത്ത് പോയിട്ടുണ്ട്. അല്ല ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളത് പുറത്ത് വെച്ച് അടുത്ത പാർട്ടുണ്ടോ, അടുത്ത പാർട്ട് എപ്പോഴാ, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമൊക്കെ. എല്ലാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലേ? നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇടുന്നുള്ളൂ, പിറ്റേ ആഴ്ച വരെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, മനസ്സിലായി? അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. ചില ആളുകളൊക്കെ ഇങ്ങനെ പോയിട്ട് റിഫ്രഷ് ചെയ്തൊക്കെ നോക്കുക. നമ്മള് ഡൗൺ ആയി പോത്തില്ലല്ലോ. നമ്മളെ കാണാൻ ആൾക്കാർ, അതാ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അത് മാത്രം പോരെ നമുക്ക്. അല്ലാതെ പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നവരുണ്ടായിരിക്കും അല്ലെ? എപ്പോഴാ നെക്സ്റ്റ് വീഡിയോ വരുന്നത്? ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവിടുത്തെ നമ്മള് റിപ്ലൈ എടുത്ത് പറയാൻ ചെയ്യും. ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയോ? അത്യാവശ്യം. ഞാൻ വീടിനടുത്തുള്ള ഒരു കടയിൽ പോയപ്പോ ഒരു ഹോട്ടലായിരുന്നു, അവിടെ കഴിക്കാൻ വാങ്ങാൻ പോയപ്പോഴത്തേന് ചേട്ടൻ വറുത്തമീൻ തന്നോ പൊരിച്ചുമീൻ തന്നോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം. നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ആര് വന്നാലും ഞാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്,
ഇന്നിപ്പോ ട്രെയിൻ വെച്ച് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു, ഇവര് ശ്രദ്ധിച്ചില്ല. ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇതില് അവരെല്ലാം കൂടെ ഏതാന്നറിയാം ആ കറുത്തെ അവര് ചിരിച്ചോണ്ട് ഞങ്ങൾ എടുത്തോട്ട് വരാൻ പോയാ. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് തിരിഞ്ഞു തിരിച്ചു പോയി. അവര് ചോദിച്ചു ഇതിലല്ല അവര് പെങ്കൊച്ചല്ല ആ ചെറുക്കനെ അല്ല ആ ചെറുക്കൻ കൂടെ ഉള്ള ചെറുക്കൻ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് ഫോണിനകത്ത് വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ പെണ്ണിന് മനസ്സിലായി. അപ്പൊ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞെങ്കിന്ന്. അപ്പൊ വിചാരിച്ച അവര് എന്തേലും വിചാരിച്ചാണ്, എനിക്ക് അറിയത്തില്ല, എനിക്ക് പേടിച്ചിട്ടാണ് തിരിഞ്ഞത്. അവര് വരുമ്പോ എന്തോ റിയാക്ട് ചെയ്യണോ അറിയത്തില്ല. നമുക്കതൊന്നും പുതിയതായിട്ട് ഇങ്ങനെ ശീലമില്ലല്ലോ. നമ്മളെന്ത് പറയാന്, ചിരിച്ചാ പ്രശ്നം, ചിരിച്ചില്ല അവരെന്തോ ഇനി നമ്മളെ തന്നെ അത് നോക്കി ചിരിക്കുന്ന കൺഫ്യൂഷൻ വരും അല്ലേ? അതെ, നിശ്ചയെന്ന് ചോദിക്കാൻ പറ്റും. എന്നെ അറിയാവോ, ഞാനാ മറ്റേത്, പരിചയപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് ആരും വരത്തില്ല കൂടുതലും നമ്മക്കായാലും. അത് സംഭവം എന്ന് വെച്ചാലേ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴത്തേക്ക് ഒരു സംഭവം ഇവര് സെലിബ്രിറ്റി ആണെന്നാണ്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ചിലവർക്ക് നമുക്ക് തന്നെ, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, എനിക്ക് അടുത്തുനിന്ന് സംസാരിക്കാൻ ചിലവർക്ക് അങ്ങനെ അടുത്ത് വരുമ്പോ അവരെന്തോ റിയാക്ട് ചെയ്യും. ചിലപ്പോ അവര് നല്ല മൂഡിലല്ലെങ്കിലോ. അതെ അതെ, എല്ലാവരുടെയും സ്പേസിലോട്ട് കടന്നു ചെല്ലുമ്പോ അവരുടെ ഒരു ഇത് നോക്കണ്ടേ. അതെ അതെ, ഇപ്പൊ പറഞ്ഞല്ലോ മറ്റൊരു എന്ത് വിചാരിക്കും ഒരാളുടെ സ്പേസിലോട്ട് ചെല്ലുമ്പോൾ. ഇപ്പൊ റീസെന്റ് ഉണ്ടല്ലോ കുറെ വൈറലായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഈ മെട്രോയ്ക്കകത്ത് ട്രെയിനിലൊക്കെ നിന്ന് പാട്ട് പാടുന്നവരെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എങ്ങനെ, അത് ഇഷ്ടമാണോ അങ്ങനെ പബ്ലിക് പ്ലേസിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കണ്ട വീഡിയോക്കകത്തൊക്കെ അത് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേലും എന്തോ അവരവരുടെ ജോലി തിരക്കും എല്ലാം വന്ന് ചെയ്യുന്നതായിരിക്കും. കുറച്ചു നേരം ഒരു പാട്ട് കേൾക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, അത് എല്ലാരും എൻജോയ് ചെയ്ത്. പിന്നെ അതിനകത്ത് നെഗറ്റീവ് പറയാനൊന്നുമില്ല. ഇപ്പൊ പാർട്ടിക്കാരാണെങ്കിൽ ഈ റോഡിൽ വന്ന് മൈക്കിൽ വിളിച്ചു പോകുന്നില്ലേ, അത്ര അന്നേരം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. പാട്ട് പാടുന്നത് അതിനകത്ത് എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല, പുള്ളി പാടുന്നതിനകത്ത്. മനസ്സിലായി. അല്ല ഇത് മാത്രം എടുത്തു വെച്ച് ഇങ്ങനെ സംസാരിച്ച് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകേണ്ട. ഈ ബസ്സുകളിലൊക്കെ എന്തെല്ലാം ഇപ്പൊ നടക്കുന്നത് പെൺപിള്ളേർക്കെതിരെ, അതാർക്കും ഒന്നും സംസാരിക്കാനും ഇല്ല. മനസ്സിലായി, ഇങ്ങനെ ആരും എടുത്ത് ചെയ്യത്തുമില്ല. ഇങ്ങനെ അവനവന്റെ കഴിവ് പുറത്ത് കാണിക്കുന്നത്, അവന്റെ ഒരു തെറ്റുമില്ല, അതെല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലെന്താ തെറ്റൊന്നും ഇല്ല, ചുമ്മാ നെഗറ്റീവ് ഉണ്ടാക്കി പറയണേ എന്ത് പറയാം. സ്കോർ ചെയ്തോണ്ടിരിക്കുക. ഈ രണ്ട് സൈഡ് വെറുതെ ഇരിക്കുക, പന്തുരുട്ടിട്ടാലും അടിക്കാത്ത വിധത്തിലായിരിക്കും. ചുമ്മാ അങ്ങോട്ട് ബോൾ പോസ്റ്റിന് തുറന്നിട്ട് ഒരു അടിയോ രണ്ടെണ്ണം ഗോൾ ഇല്ലാണ്ട് ചുമ്മാ തളർത്തല്ല. അല്ല ഞാൻ പറയട്ടെ, ഇവിടെ ഒരാള് ഞാൻ പറഞ്ഞ ആരും തന്നെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, ഗോൾ പോസ്റ്റ് തുറന്നിട്ട് തരാന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഗോൾ ഇല്ലാതെ തരാം. പുള്ളി വേറെ എന്തെങ്കിലും പറ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാം. വീണ്ടും വീണ്ടും അടിക്കുന്നു. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, അതിനകത്ത് ഇതേപോലെ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി ഒരു ബസ്സിനകത്തോട് ഇങ്ങനെ പോകുന്ന സമയത്ത് മമ്മൂട്ടി ഒരു മരണ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ബസ്സിനകത്ത് മമ്മൂട്ടിയുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. അപ്പൊ ബസ്സിനകത്ത് ഇതുപോലെ പാട്ടും ബഹളവും ഒക്കെ. അപ്പൊ എനിക്കൊന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നത് അല്ലെ, ആളുകൾ ഇങ്ങനെ പറയുന്നത് ചിലപ്പോ ആ ബസ് ഒരു ട്രെയിനിലാണെങ്കിലും ബസ്സിലുള്ള എല്ലാവരുടെയും മൈൻഡ് ഒരു 70% എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 30% മൈൻഡ് ഒരേപോലെ ആയിരിക്കത്തില്ല ആ ഒരു രീതിയിൽ. അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ അതേപോലെ തന്നെയല്ലേ ഇപ്പൊ പുള്ളിനെ മാത്രം ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് ഇച്ചിരി അതേപോലെ അല്ലേ ഓരോരുത്തരും കാണിക്കുന്നത്. ഞാൻ എന്റെ സൈഡ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത്. ഞാൻ റീൽ കണ്ടപ്പോ എല്ലാരും അതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ചുമ്മാ അതിനകത്ത് നിന്ന് എടുത്തു വെച്ച് ചെയ്യുന്ന ചുമ്മാ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒന്നും ഇല്ലാത്തപ്പം ഇത് കേറി നിൽക്കുന്നവരെ എടുത്തുകൊണ്ടോന്ന് വെച്ചിട്ട് ചെയ്യും. മനസ്സിലായോ, അത് അവർക്ക് കേറി പോവാനാ. മണ്ടന്മാരാന്ന് റിയാക്ട് ചെയ്യായിരിക്കും, അല്ല മണ്ടന്മാരാന്ന് റിയാക്ട് ചെയ്യും, അല്ലാത്തവരാന്ന് അത് മൈൻഡ് ചെയ്യത്തോലില്ല. അതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായി, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അവന്റെ റീച്ച് കൂടെ ഇവന് കിട്ടും. മനസ്സിലായി, ഇവൻ കയറി അവർ ഇവനെ കൂടെ കാണത്തില്ലേ. അതിനുവേണ്ടി ഓരോരുത്തരെ വിളിച്ച് ആരായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ചുമ്മാ ഒരു കാര്യമില്ല, എന്തോ പറയുന്നത് പോലും അവന്മാർക്ക് അറിയത്തില്ല. ഞാൻ എന്തോ പറഞ്ഞത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അതായത് ഒരാള് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി, മനസ്സിലാവുന്നത് മനസ്സിലാവണം. എന്നിട്ട് ഇപ്പൊ എന്തോ നമ്മള് പറയാന്ന്, ഒരാളെ എങ്ങനെ പൊക്കി മേലോട്ട് കൊണ്ടുവന്ന് പൊങ്ങി വരുന്ന ആളെ പെട്ടെന്ന് വിളിച്ച് താഴോട്ട് ഇടാൻ നോക്കുന്നത്. പൊങ്ങിക്കുന്ന ഒരാൾ ഇപ്പം ഒരാൾക്ക് നല്ല റീച്ച് ഉണ്ട്. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് ആ റീച്ച് നിൽക്കുന്ന ആളിനെ എടുത്ത് റിയാക്ട് ചെയ്യും, അയാളെ എടുത്ത് ട്രോൾ. അപ്പൊ അവനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഓഡിയൻസ് ഇവനെ കാണും, ഇവന്റെ അക്കൗണ്ടിലൂടെ കാണും, ഇവനെ ഫോളോ ചെയ്യും. അത്രേ ഉള്ളു. മനസ്സിലായി, അവർക്ക് കുറച്ച് റീച്ച് കിട്ടും. അപ്പൊ അതിനുവേണ്ടി തന്നെ ഇവര് ചെയ്യുന്നത്. ചുമ്മാ ആർക്കും നല്ലത് വരാൻ വേണ്ടി ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല.
അതാണ് ഒന്നാമത്തെ കാര്യം, മനസ്സിലായോ? അതെ. അവന് നല്ല കാര്യങ്ങൾ ആരും ഇവിടെ ആർക്കും വേണ്ടി ചെയ്യുന്നില്ല. ചുമ്മാ ഓരോരുത്തർ ഇപ്പൊ എനിക്ക് കയറാൻ വേണ്ടി പറയണോ വേണ്ടേ? അല്ല ഞങ്ങളെല്ലാരും ഒരു ഫാമിലി പോലെ അതാ ഫാമിലിയാ. അവൻ എവിടുന്നോ തുടങ്ങി എവിടെ എത്തി, പക്ഷെ അവൻ പറഞ്ഞ കാര്യത്തില് ശരിയാ, പോയിന്റ് ഉണ്ട്, മനസ്സിലാവും എല്ലാവർക്കും. അതെ, മാറുന്ന അവസാനമാണല്ലോ ഒരു കൊയ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ഫ്രം കൊല്ലമാണല്ലോ, കൊല്ലം. പക്ഷെ നിങ്ങൾ നമ്മുടെ കൊല്ലത്തിനെ ട്രോളിക്കൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിനെതിരായിട്ടൊക്കെ ഇങ്ങനെ ട്രോൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുവാണോ അതോ എങ്ങനെയാ അത് എടുക്കുന്നത്? എല്ലാം പുറത്തുനിന്ന് ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുന്നത് പുറത്തുനിന്ന് അല്ല, നോർമലി കൊല്ലംകാരി ട്രോൾസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാ. അവിടെ ഇത്തിരി ഈഗോ കൂടുതലാ, അവിടെ ഉള്ളവർക്കെല്ലാം ഇത്തിരി ഈഗോ കൂടുതലാ. അത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവര് തെറ്റാന്ന് പറയും. ഇപ്പൊ ഇടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അന്നേരം തിരിച്ചിടിക്കും. അതാണ് കൊല്ലംകാരി. എല്ലാം തുറന്നു പറയും, എല്ലാം തുറന്നു പറയും. നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാലും തുറന്നു പറയും, നല്ലത് കണ്ടാലും തുറന്നു പറയും. അതാണ് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങോട്ട് സ്നേഹമാണെങ്കിൽ അങ്ങോട്ട് സ്നേഹമായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതെ. എന്തോ എവിടെ പോയി പെട്ടെന്നൊന്ന് സോൺ ഔട്ട് ആയി പോയ പോലെ. നമ്മള് കൊല്ലത്തിന് മാത്രമല്ല ട്രോൾ ചെയ്തിട്ടുള്ളത്, എല്ലാ ജില്ലകളെയും. അതുകൊണ്ട് ഇപ്പൊ എല്ലാ ജില്ലയിലും കേറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതോ? ഏതെങ്കിലും ജില്ല ഇത് ട്രോള് വന്നപ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും പോസിറ്റീവ്സ് മാത്രമല്ലോ, നെഗറ്റീവ്സും വരുമല്ലോ. ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സംഭവം എപ്പോഴാ? ഞങ്ങള് കോഴിക്കോടിന്റെ കോഴിക്കോടായിരുന്ന കോഴിക്കോടാ ഓക്കെ, മറ്റേ സാധനം റഷീദ് ആ ഒരു സാധനം അത് ചെയ്തപ്പോഴത്തേക്ക് ഇവന് എന്റെ അക്കൗണ്ടിലാണ് ഇട്ടത്. പക്ഷെ മെസ്സേജ് ഇവനാണ് ആ ക്യാരക്ടർ ചെയ്തത്, കൊളാബിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ അക്കൗണ്ടിൽ പോയിട്ട് ഇവനെ ചീത്ത എന്തോടാ എന്തൊക്കെയാ കോഴിക്കോടുകാരെ കുറിച്ച് അറിയത്തില്ല, നീ കോഴിക്കോട്ടോട്ട് പോവാ, മറ്റേ രീതിയാ പറഞ്ഞേ. ആ രീതിയില് അത് നമ്മള് വിഷയം ഞാൻ തിരിച്ചു പറഞ്ഞു, ബ്രോ ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ജസ്റ്റ് എന്തോന്ന് പറഞ്ഞു. ഞാൻ റീലല്ലേ വിളിച്ചേ ഇമാര് പറഞ്ഞിട്ടാണ് ഞങ്ങള് എടുക്ക് ഫണ്ണായിട്ട് ബ്രോ എന്തോ നമ്മളെ റീലല്ലേ ബ്രോ, അതിന്റെ റീലായിട്ട് എടുക്കും ബ്രോ. ഞാൻ എന്തോ പറഞ്ഞു വിട്ടു. ഞാൻ ആ ഫോട്ടോ വിളിച്ചേ. ഞാൻ പിന്നെ ഇമാരടുത്തോടെ ചോദിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ല. എന്ത് വിളിക്കണോ എന്തെങ്കിലും പറയണോ അല്ലെ? ഇമാരിപ്പോ പറഞ്ഞു എനിക്ക് കലിയേറി, ഞാൻ പിന്നെ വിട്ട്. പക്ഷേ കലി കയറി കഴിഞ്ഞാൽ ഇടിക്കത്തില്ല, വാവുണ്ട് പറയും. ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല. ഇവിടെ ഇപ്പൊ ഇടി വരുമെന്ന് പറയും. കുറച്ച് സ്കൂളിൽ ഡോണായിരുന്നു, ഇടി മേടിച്ച് വാപ്പ കഥ പറഞ്ഞിട്ടുണ്ട്. ഇവൻ സ്കൂളിൽ ഇടിക്കാൻ പോകും, എന്നിട്ട് ഇടിച്ചിട്ട് ഇടിയും കൊണ്ട് തിരിച്ചു വരും. കരഞ്ഞോണ്ട്. ഫേക്കല്ല, ഇപ്പൊ മറ്റേ മാസത്ത് വരും. ഇതുപോലെ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോയിട്ടൊക്കെ അടി ഉണ്ടാക്കിയിട്ട് അടി കൊണ്ടിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത് ശരിക്കും എങ്ങനെയാ? ചെറുക്കനെ എല്ലാരും കൂടിയിട്ട് ഡൗൺ ആക്കുവാണോ അതോ ശരിയാണോ? എനിക്ക് അത്രയും പരിചയമില്ല. ഞങ്ങളിപ്പോ കുറച്ചു കാലമായിട്ടുള്ള ആ സമയത്ത് സിനിമയുടെ പുറകെ നടക്കുവാ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ. ഞങ്ങള് പരിചയം പോലും ഇല്ല. ഞങ്ങളൊരു 3 മാസം അത്ര പരിചയമുള്ളൂ. അതെ, നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത് സത്യം പറഞ്ഞാല്? അത് നമുക്കൊരു CD റീൽസ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതിന്റെ അത് നമ്മുടെ കുറച്ച് കൂട്ടുകാര് പിന്നെ ബിൻസു, ഹരി എന്നൊക്കെ പറയാൻ നമ്മുടെ പിള്ളേരുണ്ട്. അപ്പൊ അവന്മാരായിട്ട് കണ്ടന്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവ ആഘോഷം നമ്മളെല്ലാ റീലിലും ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യും, കമന്റ് ഇടും. അപ്പൊ ഒരു ലോകയുടെ ഒരു റീക്രിയേഷൻ പരിപാടി ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇവനെ കോണ്ടാക്ട് ചെയ്തു. ഇവനെ വിളിച്ചപ്പോ ഉമ്മ രണ്ടും വന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ ഉമ്മരെ കൊണ്ട് ചെയ്യിച്ചു. ഫൈറ്റിംഗ് പഠിക്കുന്നുണ്ടായിരുന്നല്ലേ? പഠിക്കുന്നില്ല, ചെറുതായിട്ടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് പഠിച്ചു. ചെറുതായിട്ട് വലിയ പരിപാടിയാണ്. എന്നിട്ട് ഇവരെ വെച്ച് പരിപാടി ചെയ്ത് എന്നിട്ട് പിന്നെ കമ്പനി അന്ന് തന്നെ ഇവന് ഞാനായിട്ട് കണക്ട് ചെയ്തു. ഇവനെ ഞാൻ കുറച്ച് പ്രാങ്ക് ഒക്കെ കൊടുത്ത് കടപ്പെടുത്തിട്ട് ഓടിക്കുകയും ചെയ്തു. കടലിന്റെ അറ്റത്ത് കുഴിഞ്ഞു കിടക്കുക, അഴിക്കല വെള്ളം ഇറങ്ങി ചെന്നിട്ട് ഇവിടെ മണലിനെടുത്ത് ഇവര് ചെയ്യുന്നത്. ഒത്തിരി ദൂരെ പോയി. എന്നിട്ട് നീ വരുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ പൊക്കി സൺലൈറ്റോടെ എടുത്ത് വീഡിയോ എടുത്ത് തരാം. അപ്പൊ ഞാൻ അങ്ങ് പോയിട്ട് കുനിഞ്ഞിരുന്നു. ഉമ്മാനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. എന്റെ കൈ ഫോൺ തന്നിട്ടാ പോയത്. അവിടെ കേൾക്കാൻ പറ്റാത്തോണ്ട് വിളിച്ചിട്ട് ചോദിച്ചു വരട്ടെ. ഇവരങ്ങ് മാറി അങ്ങ് തെക്കെ എടുത്ത് അങ്ങോട്ട് പോയി. നീ ഓടി വരാൻ, ഞാൻ ക്യാമറ വെച്ച് ഇവിടെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓടി വന്നോണ്ടിരിക്കുമ്പോ ഞാൻ നോക്കുമ്പോ ആരെയും കാണുന്നില്ല. മണ്ണിന്റെ പുറത്തേക്കുമ്പോ അങ്ങ് ഇന്ന് താറ്റ വരുന്നില്ല.
പിന്നെ കലി കയറത്തില്ല. എന്നിട്ട് നീ പിണങ്ങിയോ? അതൊരു എന്റെ അടുത്തൊന്നും കാണിച്ചില്ല. അന്ന് വേണമെങ്കിൽ ഇവനെ മൊത്തം വണ്ടിക്കകത്ത് ഞങ്ങള് ഇവൻ മിണ്ടത്തില്ല. ഞാൻ ഓക്കെ മിണ്ടാതെ വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ മൂന്നുകൂടെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇവര് അവിടെ നിന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചായ കുടിക്കാന്ന് പറഞ്ഞു. ഇവര് വണ്ടിക്കകത്ത് പൊക്കോണ്ടിരിക്കുമ്പോ ഇവനും കൂടെ എന്നെ കളിയാക്കി. ഞാനങ്ങ് തുടങ്ങി ഞാൻ അപ്പൊ വീട്ടിൽ പോകണം. ചായ കുടിക്കാന്ന് വേറെ വണ്ടിക്കകത്ത് ചായ കുടിക്കുന്നു. ഞാൻ ഈ വണ്ടി വെള്ളോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ചീത്തോടെ ഇയാള് ചായ കുടിക്കുന്നു. പിന്നെ വെള്ളോട്ട് പോകുമ്പോ പിന്നെ വല്ലാതെ ചായ കുടിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞങ്ങ് പോയി. വാലം കയറി ഇവനാണല്ലേ ബലിയാടായത്. അതെ, ഇവനാണ് ബലിയാട് എപ്പോഴും. ആണോ? എല്ലാവർക്കും ദേഷ്യം വരുമ്പോ തീർക്കുന്ന ഇവനോടാ. ഞാൻ പിന്നെ മാനിയായിട്ടൊന്നും പറയില്ല. മാന്യനായിട്ട് ഇവരൊക്കെ മാന്യന്മാരല്ല. അല്ല അങ്ങനെയല്ല. ആമ്പിള്ളാരോട് ഒരുപാട് സംസാരിക്കത്തില്ല. ഗേൾസാ ഫുള്ള് 24 hours. ജോബിനാണ് ഗേൾ ഫ്രണ്ട്സ് അതെ 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 ഗേൾ ഫാൻസും ഗേൾ ഫ്രണ്ട്സും ഒക്കെ കൂടുതൽ. കൂടുതൽ എന്താ മിണ്ടാത്തത്? ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, കൂട്ടുകാരെ സമ്മതിച്ചത് പറഞ്ഞുകൂടാ. പറയും. സത്യം പറ. സത്യം പറ. അല്ല ഗേൾസ് ഒക്കെ അതാണ് ലൈനുണ്ടോ? ലൈനുണ്ടോ? ഉണ്ട് ഉണ്ട്. ലൈനുണ്ട്. തെളിഞ്ഞേ സത്യം തെളിഞ്ഞേ. അപ്പൊ ഇനി മെസ്സേജ് റിക്വസ്റ്റ് അയക്കുന്ന പെമ്പിള്ളാരൊക്കെ അല്ല തുറന്നിട്ടേക്ക് കയറി വന്നോട്ടെ, പ്രശ്നമില്ല. ജോബിന് ലൈനുണ്ട്, അഗസ്റ്റോയ്ക്ക് ലൈനുണ്ട്, എനിക്കില്ല, കാസ്ട്രോയ്ക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? എനിക്കുണ്ടോ? എനിക്കുണ്ടോ? റിലേഷൻഷിപ്പാ. ഇപ്പം എന്നാടാ ഈ കഴിഞ്ഞ 3ാമത്തെ വർഷം ആവാൻ പോയതിന് മുമ്പ് കൂട്ടി. കഷ്ടപ്പാടാ. നീ പറഞ്ഞെന്താ അറിയോ, പെൺപിള്ളാര് വരെ കേറാട്ടാന്ന് മനസ്സിലായ. അതെ അതെ. അല്ല നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നും നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ആർക്കാ? എന്നിട്ട് എന്ത് പറ്റിയത്? അടുത്ത സെന്റിമെന്റൽ പോകും. എത്ര നേരം കോമഡി ഉണ്ടെങ്കിൽ സെന്റിമെന്റൽ ഒരു സിനിമ ആകുമ്പോ എല്ലാം വേണമല്ലോ, മനസ്സിലായി. അതേപോലെ കഥം നോക്കിയ കഥം നമുക്ക് വേറെ എടുത്തിട്ടത് ഞാനല്ല. അവർ ലൈനുണ്ട്, ഇവർക്ക് ലൈനുണ്ട്, ഇവർക്ക് ലൈനുണ്ട്, എനിക്ക് നീ ഒറ്റത്. ഹലോ ഓക്കെ. നിങ്ങൾ പറ നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പ് ഒന്നും വേണം, അത് സെറ്റ്. നിങ്ങളുടെ കൂട്ടുകാരനെ എടുത്തിട്ടത് ഒരു കാര്യം. ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ നമുക്ക് ചില ആവശ്യങ്ങൾക്കൊക്കെ ഈ ബെസ്റ്റി റിലേഷൻഷിപ്പ് അതൊക്കെ ഇഷ്ടമാണോ? നമ്മളെല്ലാരായിട്ടും ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ എല്ലാരായിട്ടും എല്ലാവർക്കും മെസ്സേജ് അയക്കും. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, എല്ലാരും നമ്മളെ മെസ്സേജ് റിപ്ലൈ കൊടുക്കും. നമ്മള് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അത് വേറെ കാര്യം. അത്രേ ഉള്ളൂ. ഒത്തിരി കൂട്ടുകാരന്മാരും ചോദിച്ചിട്ടുണ്ട് അവര് ആ വീഡിയോയിലൊക്കെ എന്തേലും ഇനി ഞങ്ങളെക്കൂടെ വിളിക്കാൻ. അല്ലെ നമ്മൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ തള്ളി പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. ഇവരുടെ അല്ല, അങ്ങനെ പറയണ്ട. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാരന്മാര് മാത്രമല്ല, ഒത്തിരി പേര് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. പറ്റത്തില്ല, തീരുമാനം കൊണ്ട് നടക്കത്തില്ല. പിന്നെ എനിക്ക് പിന്നെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. യുവമാരുടെ നല്ല സപ്പോർട്ടാ എന്റെ അടുത്തും. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോ രണ്ട് ടൈപ്പും ഉണ്ടല്ലോ, നല്ല കൂട്ടുകാരും ഉണ്ട്, എന്നാ നമ്മള് അത്ര സപ്പോർട്ട് അല്ല. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ വീട്ടിലും കുഴപ്പമില്ല. കൂട്ടുകാരാണെങ്കിൽ ഓക്കെയാണ്. ചിലർ ഒറ്റപ്പെടുത്തും, മനസ്സിലായി. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വീഡിയോ എടുക്കും, ഓക്കെ. അവന്മാര് വന്നിന്ന് കാണി ഷൂട്ട് കാണും. എടാ കൊള്ളാടാ, അടുത്ത വീഡിയോ ഇനി എപ്പോഴാടാ ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആടാ പോയിട്ട് വാടാ, നീ രക്ഷപ്പെടും. കളിയാക്കിയാലും അവന്മാര് സംസാരിക്കും, മനസ്സിലായി. നമ്മളെ മാറ്റി നിർത്തത്തില്ല ഒരു കാര്യത്തിനെ. ഇവന്മാരെടുത്തും അതുപോലെയൊക്കെ തന്നെ. നമ്മളെ പുറത്തുനിന്ന് വരുന്ന കൂട്ടുകാരന്മാരാണെന്ന് അങ്ങനെയൊന്നും ഇല്ല. എല്ലായിടത്തും അതുപോലെയൊക്കെ തന്നെ. അങ്ങനെയൊക്കെ കൂട്ടുകാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, സത്യം പറയണം. സത്യം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.